Assalamualaikum. Welcome back to my YouTube channel Flux. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മള് ചാവക്കാട് പോയി വന്നതിന് ശേഷം ഇപ്പോഴാണ് നമ്മള് വ്ളോഗായിട്ട് ഇടുന്നത്. അപ്പൊ നമ്മള് ചാവക്കാടൊക്കെ പോയിട്ട് കുറച്ച് ദിവസമായിട്ടോ വന്നിട്ട് ഇപ്പൊ ചാവക്കാട് നിന്ന് മാമയും എല്ലാരും ഒക്കെ വന്നിട്ടുണ്ട്, കസിൻസും എല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവരൊക്കെ അവിടെ റെഡി ആവുകയാണ് കേട്ടോ. ഇവിടെ എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്നത് മലമ്പുഴയിലോട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് പോവാം. അപ്പൊ സമയം 2 മണി ആയിട്ടുണ്ട് ഉച്ചക്ക്. പിന്നെ എന്തായാലും അവിടെ പോയിട്ടുള്ള വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോകുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് പെട്ടെന്ന് ഫോളോ ചെയ്യാം. നേരെ വീഡിയോ. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഉമ്മയും അതുപോലെ തന്നെ എൻ്റെ കസിനൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളന്ന് പോകുന്നത് മലമ്പുഴയിലോട്ടാണ് കേട്ടോ. നമ്മൾ ജീപ്പിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കസിൻസ് എല്ലാവർക്കും ജീപ്പിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ജീപ്പിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഇതാ എല്ലാവരും റെഡി ആയി ഇപ്പോൾ വണ്ടിയിൽ കയറി ഇപ്പോൾ നമ്മളെല്ലാവരും പോവുകയാണ് കേട്ടോ മലമ്പുഴയിലോട്ട്. അപ്പോൾ ഇതാ നമ്മളങ്ങനെ മലമ്പുഴയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജീപ്പ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ വന്നിട്ട് പാർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 മണിക്കാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ. അപ്പോൾ രാവിലത്തെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറും പിന്നെ ഞാൻ കഴിച്ചത് ഇഡ്ഡലിയും അതുപോലെ തന്നെ സാമ്പാർ പോലത്തെ ഒരു കറിയും ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പോൾ ദാ ഡാമിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മളങ്ങനെ ഡാമിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടോ, മലമ്പുഴ ഡാമിൻ്റെ ഉള്ളിലോട്ട് കയറി. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെക്കേഷനും കൂടെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയി. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഓരോരോ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഞാൻ. നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ റോപ്പിൽ കയറണമെന്ന്. ഞാൻ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട്, ഇനിയും ഒരു പ്രാവശ്യം കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ റോപ്പിൽ. പക്ഷേ നല്ല ക്യൂ ആയതുകൊണ്ട് നമ്മൾ റോപ്പിലൊന്നും കയറിയില്ല കേട്ടോ. മലമ്പുഴ ഡാമിൽ തന്നെ താഴെ ഷട്ടറിൻ്റെ താഴെയായിട്ട് ഇവിടെ മറ്റേ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് നാൾ ഉണ്ടായിരുന്നില്ല, പിന്നെ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ.
അടിപൊളി വാട്ടർഫാൾസൊക്കെ നമ്മൾ കണ്ടു കേട്ടോ ബാലമ്പുഴയിൽ. അപ്പോൾ നമ്മളിത് ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായിട്ടോ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. കസിൻസൊക്കെ വന്ന് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇടയ്ക്ക് ബ്രദറിൻ്റെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊന്നും അങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള സമയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് കുറച്ച് ദിവസമായിട്ടോ ഈ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഡാമിലൊക്കെ പോയി കണ്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ ഡാമിൻ്റെ ആ മേലേക്ക് നമ്മൾ പോയില്ല കേട്ടോ. അത് നമ്മൾ തൂക്കുപാലത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ അങ്ങനെ തിരിച്ച് വന്നു കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴ വരുമെന്നുള്ളൊരു പേടിയായിരുന്നു, എല്ലാവരും നനയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിൽ നമ്മൾ താഴെ ഇറങ്ങി വന്ന് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചത് മാംഗോൻ്റെ ആയിരുന്നു. പിന്നെ ബാക്കിയുള്ളവർ സ്ട്രോബെറിയും അതൊക്കെയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ അങ്ങനെ എൻ്റെ കൂടെ ഒരു ചെറിയൊരു അനിയനുണ്ട് കേട്ടോ, അനു എന്നാണ് പേര്. അപ്പോൾ അവന് ഐസ്ക്രീം കഴിച്ചിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ പാർക്കിൽ കുട്ടികളൊക്കെ കളിക്കുന്നത്. അപ്പോൾ അവനും കളിക്കണം എന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ പാർക്കിലൊക്കെ പോയി കേട്ടോ. ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു പാർക്കും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. പുതിയതായിട്ട് വേറൊരു ഇതും കൂടെ വന്നിട്ടുണ്ട്, കുട്ടികൾ കളിക്കാൻ പറ്റിയത് തന്നെ. പക്ഷെ അത് ഓപ്പൺ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇവിടുത്തെ കറക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് മാമാവർക്ക് വീട്ടിലോട്ട് പോകാൻ കേട്ടോ, ചാവക്കാട്ടിലോട്ട് പോകാൻ. അപ്പോൾ നമ്മളങ്ങനെ പുറത്തൊക്കെ വന്ന് നമ്മളൊരു സ്വീറ്റ് കോണൊക്കെ മേടിച്ച് കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ബൈ.